ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷത്തെ നമ്മളുടെ ഓണത്തിൻ്റെ പട്ടുപാവാടയുടെ കളക്ഷൻസ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താണ് പട്ടുപാവാട കൊടുക്കുന്നത്. ഈ വർഷം ഒരു പ്രത്യേകത, അത് ഞാൻ യൂട്യൂബ് വഴിയാണ് ചെയ്യുന്നത്. ഓൺലൈനായും ഓഫ്ലൈനായും നമ്മൾ ചെയ്യുന്നുണ്ട്. ഷോപ്പിൽ നേരിട്ട് വന്ന് നമുക്ക് അളവെടുത്ത് പട്ടുപാവാടയും ബ്ലൗസും തയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറേ ഫോട്ടോസ് പട്ടുപാവാടയുടെ ബ്ലൗസിനും പാവാടയ്ക്കും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല മെറ്റീരിയൽസും അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ താല്പര്യമുള്ള എന്തെങ്കിലും ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് കമൻ്റായിട്ട് അയച്ചാൽ മതി. അല്ലാതെ വാട്സപ്പ് വഴി അയക്കുന്നവർക്ക് അതിനും സൗകര്യമുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി. ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവർക്ക്, അതായത് കൊച്ചു കുട്ടികൾക്ക് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പട്ടുപാവാടയും ബ്ലൗസും എന്ന് പറയുമ്പോൾ പട്ടുപാവാടയ്ക്ക് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രൊക്കേഡാണ്. ഈ കാണുന്നത് ബ്ലാക്ക്. ഇതിനകത്ത് ഇത് ഏറ്റവും നല്ല ഭംഗിയുള്ളതുമാണ്. അതുമാത്രമല്ല റേറ്റ് ആണെങ്കിൽ തന്നെയും നമുക്ക് അഫോർഡബിളായിട്ട് മീറ്റർ പ്രൈസ് 200 റുപ്പീസിൽ താഴെയാണ് റേറ്റ് വരുന്നത്. നല്ല വീതി വരുന്നൊരു മെറ്റീരിയലും കൂടെയാണ്. ഇത് ഗോൾഡൻ കളറാണ്. ഗോൾഡൻ നമ്മുടെ സ്കേർട്ടിൻ്റെ, അതായത് സെറ്റിൻ്റെ സ്കേർട്ടിന് കറക്റ്റ് മാച്ചായിട്ട് വരുന്ന കളറാണ് വരുന്നത്. ശരിക്കും ആ ഒരു മഞ്ഞ കൂടിയ കളറല്ല, കറക്റ്റ് ആ സെറ്റിൻ്റെ പാവാടയുടെ കറക്റ്റ് കളർ തന്നെയാണ് നമുക്കിത് വന്നിരിക്കുന്നത്. ഇതുമൊക്കെ 200 റുപ്പീസിൽ താഴെ വരുന്നതാണ് മീറ്റർ പ്രൈസ്. ഇതതുപോലെ നല്ല ഭംഗിയുള്ളൊരു ബ്രൊക്കേഡിൻ്റെ തന്നെ വെറൈറ്റിയാണ്. ഇതൊക്കെ ഒരു 200 ബഡ്ജറ്റിൽ താഴെ വരുന്നതാണ്. 100 സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ പല വെറൈറ്റി കളറുകൾ വരുന്നുണ്ട്. ബ്രൊക്കേഡിൻ്റെ പല കളേഴ്സുണ്ട്. ഇതൊരു ബ്ലൂ, ഒരു നല്ലൊരു ഷെയ്ഡാണ്. ബ്ലൂവിൻ്റെ പല ഷെയ്ഡ്, ബ്ലൂ തന്നെ എല്ലാ ഷെയ്ഡുകളും ഉണ്ട്. ഇതൊരു ബ്രിസ്ക് കളറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പിങ്ക്, റാണി പിങ്ക് കളറാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ പല പല കളറുകളുണ്ട്. ഇത് നല്ലൊരു റെഡാണ് നല്ല റെഡാണ് കളർ വന്നിരിക്കുന്നത്. ഇതൊക്കെ ആകുമ്പോൾ ഇച്ചിരി വലിയ പ്രിൻ്റ് വരുന്നതാണ്. അടുത്തതായിട്ട് ബ്രൊക്കേഡിൽ തന്നെ ഇച്ചിരി ചെറിയ പ്രിൻ്റ് വരുന്നതാണ്. അതായത് നമുക്ക് വണ്ണമൊക്കെ ഇച്ചിരി ഉള്ളവർക്ക് സൈസ് കുറവ് തോന്നുന്നത് എപ്പോഴും ചെറിയ പ്രിൻ്റ് ഇടുമ്പോഴാണ് നല്ലത്. അപ്പം ഇത് ബ്രൊക്കേഡിൻ്റെ തന്നെ ഇച്ചിരി ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ല ഹെവി ആയിട്ടുള്ള ഒരു എന്താ പറയുക, നല്ലൊരു ലുക്ക് വരുന്നൊരു കളറാണ്. ഇത് ശരിക്കും നല്ലൊരു ഗ്രീനാണത് കളറ്. എല്ലാ കളറുകളും ഉണ്ട്. നല്ലൊരു ബ്ലൂ മയിൽപ്പീലി കളറാണ്. ശരിക്കും നമുക്ക് ആ ഒരു ഇത് ബ്ലാക്കാണ് വരുന്നത്. ബ്ലാക്കും പിന്നെ ഇതൊരു പർപ്പിൾ കളർ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് നല്ല, ഇത് ശരിക്കൊരു ഗ്രീൻ, പിന്നെ ഇതൊരു ഓറഞ്ച് കളറാണ്. ഇതൊരു ബ്രിസ്ക് കളറ് പോലെ ഗ്രീൻ കളർ വരുന്നുണ്ട്. റാണി പിങ്ക് ഉണ്ട്. ഇതൊരു പച്ചയാണ് ശരിക്കും കളർ വരുന്നത്. പക്ഷേ നമുക്കിതൊരു ബ്ലാക്ക് കളറാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നത്. ശരിക്കും ആക്ച്വലി ഇതൊരു നല്ല ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുന്ന ആ കളറാണ് കറക്റ്റായിട്ട് കളർ പറയുമ്പോൾ. ഇതെല്ലാം നമുക്ക് ഒരു 44 ഇഞ്ച് വീതി വരുന്നുണ്ട്. അത് മാത്രമല്ല 200 റേറ്റിൽ താഴെയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണ് സ്കേർട്ട് ബ്രൊക്കേഡ്, അതുപോലെ തന്നെ ബ്ലൗസ് ക്രോപ്പ് ടോപ്പായിട്ട് തയ്ച്ചിട്ട് അതും ബ്രൊക്കേഡ് വരുന്നത്. തീരെ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഈ ദാവണി സെറ്റ് വരുന്നത്. അതും ഇതുപോലെ ബ്രൊക്കേഡ് സ്കേർട്ട്, ഇപ്പം പ്ലെയിനായിട്ടല്ല, സ്കേർട്ടിലും ബ്രൊക്കേഡാണ് വരുന്നത്. അതുപോലെ ബ്ലൗസും ബ്രൊക്കേഡ് പോലെ വന്നിട്ട് പിന്നെ അതിനകത്ത് ദാവണിയാണ്. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതും നല്ല അഫോർഡബിളായിട്ട്, മീറ്റർ പ്രൈസ് ദാവണിക്ക് വരുമ്പോഴത്തേക്ക് മീറ്റർ പ്രൈസ് 150 ഒക്കെയാണ് റേഞ്ചിലാണ് വരുന്നത്. സ്കേർട്ട് പിന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്.
അടുത്തതായിട്ട് ബനാറസി എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ബനാറസ് ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. അത്യാവശ്യം റേറ്റ് വരുന്നതാണ്. അത് നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റുമാണ്. അതൊരു റിച്ച് ലുക്കാണ് ശരിക്കും. ആ ബനാറസ് ലുക്ക് അത് നമുക്ക് സാരി ബ്ലൗസിന് നല്ലതാണ്. അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പായിട്ട് തയ്ച്ചാലും നല്ല ഭംഗിയാണ്. ലൈറ്റ് ഷെയ്ഡും മുതൽ ഡാർക്ക് ഷെയ്ഡ് വരെ ഒരുപാട് ഷെയ്ഡുകളുണ്ട് അതിന്. ഇത് ഇത്തിരി വലിയ പ്രിൻ്റായിട്ടാണ് വരുന്നത്. ഓരോ അതിൻ്റെ ആ വർക്കുകൾ നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ്. ബനാറസി മെറ്റീരിയലാണ് അത് വരുന്നത്. അതിന് തന്നെ വേറെ ഷെയ്ഡാണ്. ഇത് ഇച്ചിരി പ്രിൻ്റ് വലിയ പ്രിൻ്റാണ്, പക്ഷെ നല്ല ലുക്കാണ്. ഒരു പ്രത്യേക ലുക്ക്, നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതും പറയുന്ന പോലെ തന്നെ 44 ഇഞ്ച് വീതിയാണ് വരുന്നത്. ഇതെന്ന് പറയുമ്പം എങ്ങനെയായാലും ഒരു 350 ഒക്കെ മീറ്റർ പ്രൈസ് ഒരു 350-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കളറിനകത്ത് തന്നെ സിൽവറും ഗോൾഡനും 2 കളർ വർക്കും മിക്സ് ചെയ്താണ് അതിനകത്ത് ആ പ്രിൻ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡാർക്ക് കളറ് നല്ല ഇതായിട്ട് തന്നെ ലാവൻഡർ ഷെയ്ഡ് നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞ് തന്നെ അതിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ വേറെയും കളേഴ്സുണ്ട്. ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അതിൻ്റെ തന്നെ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. യെല്ലോ കളറാണ്. നല്ലൊരു മഞ്ഞ പഴമാങ്ങ കളറ്. പിന്നെ എനിക്കിത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണിത്. പക്ഷേ ആക്ച്വലി ഇതൊരു ബ്ലൂ ഷെയ്ഡ് പോലെയാണ് കാണുന്നതെങ്കിലും ആക്ച്വലി കറക്റ്റ് പറഞ്ഞാൽ അതൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ബനാറസിയിൽ കളറിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ്. ശരിക്കും അതൊരു ഗ്രീൻ, ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കറക്റ്റ് വരുന്നത്. ഡബിൾ ഷെയ്ഡാണ്. അതുകൊണ്ടാണ് ആ കറക്റ്റ് വീഡിയോയിൽ ആ കറക്റ്റ് കളറ് നമുക്ക് കിട്ടാതെ വന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇതും ഏകദേശം 350 റേഞ്ച് വരുന്നതാണ് മീറ്റർ പ്രൈസ്. ഇത് സ്കേർട്ടാണ്. സ്കേർട്ടിൻ്റെ ബോർഡർ പോർഷൻ ഹെവി വർക്ക് വന്നിരിക്കുന്നതാണ്. ഹെവി ആയിട്ട് ഈ ഇപ്പോഴത്തെ ട്രെൻഡ് 2025-ലെ സ്കേർട്ടിൻ്റെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ബോർഡറാണ്. ബോർഡർ വെറൈറ്റി ആയിട്ടുള്ള ബോർഡർ ഒരുപാട് വന്നിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളതാണ്. ഭംഗി മാത്രമല്ല, ഇത് ശരിക്കും ഒരു ബിഗ് ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഒരു മീറ്റർ പ്രൈസ് എന്ന് പറയുന്നത് തന്നെ 480 ആണ് വരുന്നത്. 1 മീറ്റർ ഒരു സ്കേർട്ടിന് മിനിമം നമുക്കൊരു 3 മീറ്ററെങ്കിലും വേണം. ഇത് 1 മീറ്ററിനാണ് 480 ഒക്കെ റേഞ്ച് വരുന്നത്. ഇതതിൻ്റെ ഒരു വേറെ മോഡലാണ്. ഹെവി ഇതാകുമ്പം പ്രൈസ് കുറവാണ്. 200 റേഞ്ചൊക്കെ വരുന്നുള്ളൂ. റെഡ് 3 കളേഴ്സാണ് ഇതിന് വരുന്നത്. ഇതൊരു നല്ല റെഡ് കളറാണ് വരുന്നത്. അതുപോലെ ഇത് ബ്ലൂ ആണ്. ഇതൊക്കെ ആ ഒരു റേഞ്ച് 200 ആണ്. മീറ്റർ പ്രൈസാണ് വരുന്നത്. അപ്പോൾ 3 മീറ്റർ ആകുമ്പം ഏകദേശം ഒരു സ്കേർട്ടിന് മാത്രം 600 രൂപയോളം നമുക്ക് റേറ്റ് വരും. പക്ഷേ നല്ല ഭംഗിയുള്ള നല്ല ബോർഡറാണ്. ഈ വർഷത്തെ വെറൈറ്റി ബോർഡറുകളിൽ ഒന്നാണിത്. നേവി ബ്ലൂ വന്നിട്ട് താഴെ സിൽവർ കൂടിയതാണത് വരുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ള വർക്ക്. എന്നാൽ നല്ല വെയിറ്റൊന്നുമില്ല, കൂടുതലായിട്ട് ഹെവി വെയിറ്റൊന്നുമില്ല, നോർമൽ വെയിറ്റിലാണ് വരുന്നത്. യൂസ് ചെയ്യാനായിട്ട് നല്ല സുഖമുള്ള മെറ്റീരിയലാണിത്. ഇത് നമ്മുടെ സാധാരണ സെറ്റിൻ്റെ ഇത് തന്നെയാണ്, മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ ഇത് ടിഷ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ടിഷ്യൂ വന്നിട്ട് ടിഷ്യൂവിൻ്റെ താഴെ ബോർഡർ നല്ല വീതിയുള്ള കസവിൻ്റെ ബോർഡർ വരുന്നുണ്ട്. നോർമൽ സെറ്റിൻ്റെ പാവാടയല്ല, ടിഷ്യൂവിൻ്റെ സെറ്റാണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ വലിയ റേറ്റ് വരുന്നില്ല. മീറ്റർ പ്രൈസ് 100 രൂപയൊക്കെ റേറ്റ് വരത്തുള്ളൂ. നമ്മുടെ നോർമൽ സ്കേർട്ടിനൊക്കെ ആണെങ്കിലും ഒരു 300 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് വരത്തുള്ളൂ. ഇതൊക്കെ നമുക്ക് സ്കേർട്ടിന് പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ്. ഗോൾഡനും ക്രീമും കൂടെ കളർ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ബോർഡറിലൊക്കെ നല്ല വീതിയുള്ള ബോർഡർ വരുന്നുണ്ട്. ഇതൊരു ടൈപ്പ് ബ്ലൗസിന് പറ്റുന്ന മെറ്റീരിയലാണ്. ബ്ലൗസ് അതേ സാരി ബ്ലൗസിന് അതുപോലെ തന്നെ നമുക്ക് ക്രോപ്പ് ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ് മെറ്റീരിയലാണ് വരുന്നത്.
ഇതൊക്കെ ഇച്ചിരി റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. 300 സംതിങ് വരും മീറ്റർ പ്രൈസ്. 44 ഇഞ്ചാണ് വീതി വരുന്നത്. ഇതിന് പല കളറുകൾ വരുന്നുണ്ട്. ബ്ലാക്ക് ഉണ്ട്, നല്ല ഡാർക്ക് മറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്. സെറ്റിൻ്റെ പാവാടയുടെ കൂടെ ഒക്കെയാണ്, നല്ല ഭംഗിയായിരിക്കും. ഇതൊരു പ്രിൻറ്റഡ് മെറ്റീരിയലാണ്. സാരി ബ്ലൗസിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പാവാടയുടെ താഴെ ബോർഡർ വെച്ച് ചെയ്തെടുക്കാവുന്നതാണിത്. ഇത് ഒരു ഒഴുക്കൻ മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നൊരു ഇച്ചിരി റിച്ച് ലുക്ക് വരുന്നൊരു മെറ്റീരിയലാണ്. ഇച്ചിരി പ്രൈസ് റേഞ്ചും ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ ക്രോപ്പ് ടോപ്പും പട്ടുപാവാടയും ബ്ലൗസും, അതായത് ക്രോപ്പ് ടോപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ എത്രയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം, ആദ്യം ഇതുപോലെ ഒരു പാൻറ്റോ ഒരു ബനിയനും ഒക്കെ എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കുട്ടികളുടെ ഇതുപോലെ ഇൻ ചെയ്യുക. ബ്ലൗസ് പോർഷൻ എത്രയാണെന്ന് അറിയാനായിട്ട് നമുക്കിതുപോലെ ഇൻ ചെയ്യാം. ഇതുപോലെ നേരെ നിൽക്കുക. ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ ക്രോപ്പ് ടോപ്പിനാകുമ്പോൾ അധികം നമുക്ക് ഇറക്കം വേണ്ട, ബ്ലൗസിന് ഇറക്കം കുറച്ച് മതി. അപ്പോൾ എത്രയാണ് മെഷർ ചെയ്ത് എടുക്കേണ്ടതെന്നാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. ഇങ്ങനെ നിന്ന് നേരെ നിൽക്കുക. ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ, ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ബ്ലൗസ് എത്ര വേണമെന്ന്. അപ്പോൾ നമ്മളിത് ടേപ്പിൻ്റെ ഈ 1 2 3യുടെ വലിയ നമ്പർ വരുന്നതാണ് നമ്മളിതിൻ്റെ മെഷർ ചെയ്തെടുക്കുന്ന ഇത്. അപ്പം ബ്ലൗസിൻ്റെ ഇറക്കമാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പം ഈ 1 എന്നുള്ള പോർഷൻ ഷോൾഡറിൻ്റെ ഇവിടെ വെച്ചേച്ച് ഇതിങ്ങനെ, അതായത് ക്രോപ്പ് ടോപ്പ് ആണെങ്കിൽ പിള്ളേർക്ക് സ്കേർട്ട് നമ്മൾ ഇവിടെയാണ് സ്കേർട്ട് ഇടുന്നത്. അപ്പം ക്രോപ്പ് ടോപ്പ് ഇച്ചിരി വയറ് കാണുന്ന രീതിയിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ 10.5 എന്നുള്ള അളവ് മതി. 10.5 എടുക്കുമ്പോൾ കറക്റ്റാണ്. അല്ല വയറ് കാണണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മുടെ പാവാടയുടെ സ്കേർട്ടിൻ്റെ പടി തീരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടം വരെയുള്ള ഇറക്കം എടുക്കണം. അതായത് നേരെ നിന്ന് ഏകദേശം ഒരു 12, അല്ലെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ടോപ്പ് ഇവിടെ വരെ മതിയെങ്കിൽ 10.5 എടുത്താൽ മതി. പിന്നെ അതുപോലെ ഇപ്പോൾ ഇറക്കമായിട്ടുണ്ട്. അടുത്ത വണ്ണം ഇങ്ങനെ പിടിക്കണം. ഇവിടുത്തെ വണ്ണം നേരെ നിൽക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് പിടിച്ചാൽ മതി. പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് വണ്ണം അറിയാം. ഇപ്പോൾ ലൂസ് അധികം വേണ്ട. ഇപ്പോൾ 20 ആണ് നമുക്ക് വണ്ണം കിട്ടിയിരിക്കുന്നത്. നേരെ നിന്നേ 20 മതി. 20. അടുത്ത ചെസ്റ്റ് പോർഷനാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കൈ താഴട്ടെ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇപ്പം 20 അരയാണ് വന്നിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് ചെറിയൊരു ലൂസ് വന്നാൽ മതി. നമുക്ക് 21.5 നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് 20.5 അപ്പോൾ 1 ഇഞ്ച് ലൂസ് ഇട്ടാൽ മതി. കാരണം നമ്മളിത് സ്ലീവ്ലെസ് ആണ് ഉദ്ദേശിക്കുന്നത്, സ്ലീവ്ലെസ് ആയിട്ടുള്ള അളവ്. പിന്നെ കൈക്കുഴിയാണ്. കൈക്കുഴിയുടെ അളവ് എടുക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൈകാത്തിട്ടെ ഇതിങ്ങനെ വട്ടം പിടിച്ച് കറക്റ്റ് വരുന്നത് 10 വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ഷോൾഡറാണ്. ഷോൾഡർ എങ്ങനെ അളവെടുക്കാമെന്ന് നോക്കാം. ഷോൾഡറിൻ്റെ അളവെന്ന് പറയുന്നത് 9.5 ഷോൾഡറിൻ്റെ അളവ് വന്നിരിക്കുന്നത്. പിന്നെ സ്കേർട്ട് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ ടേപ്പ് പിടിച്ചിട്ട് നമ്മൾ നല്ല നീളത്തിൽ തന്നെ എടുക്കുക. തറയിൽ ടേപ്പ് നിലത്ത് മുട്ടുന്ന വരെ ഒരു ഇറക്കമാണ് നമ്മൾ സ്കേർട്ടിന് എടുക്കുന്നത്. അപ്പം ഇത്രയും അളവുകളാണ് നമുക്ക് കൊച്ചു പിള്ളേർക്ക് അളവെടുക്കേണ്ടത്. പിന്നെ കൈ വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് 3 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ച് കൈയുടെ വണ്ണം വരുന്നത് 8. ഇച്ചിരി ലൂസിട്ടാണ് പിള്ളേർക്ക് എടുക്കുന്നത്. പിന്നെ കഴുത്തൊന്നും നമുക്ക് ഒരു കോമൺ അളവാണ് വരുന്നത്. എന്നാലും ഇവിടെ ഷോൾഡർ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ പിള്ളേർക്ക് 3.5 എന്ന് പറയുമ്പോൾ ഇത്ര ഇറങ്ങി വരും. കൊച്ചു പിള്ളേർക്ക് ചെറിയ കഴുത്താണ് ഭംഗി. ഒരു 3 ഇഞ്ച് 3.25 ഇഞ്ച് വന്നാൽ മതിയാവും. 3.25 ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇത്ര അളവാണ് നമുക്ക് നോർമലി പട്ടുപാവാട തയ്ക്കാനായിട്ട് വേണ്ടത്. നമുക്ക് സാധാരണ
അപ്പോൾ ഓൺലൈനൊക്കെ തരുന്നവരാണ് നമുക്ക് ഇങ്ങനെയാണ് അളവെടുത്ത് തരുന്നത്. പലർക്കും സംശയമാണ് എങ്ങനെയാണ് കൊച്ചുകുട്ടികൾക്ക് അളവെടുക്കുക, പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളാകുമ്പം അളവെടുക്കാൻ നിന്ന് തരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് അളവെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് എങ്ങനെയാണ് പാവാടയ്ക്കും ബ്ലൗസിനും അളവെടുക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഡീറ്റെയിൽസ് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു വൃന്ദിക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കാണെങ്കിലും പട്ടുപാവാടയും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.